TS ബാലന്റെ അനുഭവ സാക്ഷ്യത്തിന്റെ 3-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. പലവിധത്തിലുള്ള തുള്ളൽ കണ്ട് പരിചയിച്ച എനിക്ക് തുള്ളലിൽ അത്ര പുതുമയൊന്നും തോന്നിയില്ല. മാത്രമല്ല, തുള്ളലിനെ കുറിച്ച് ആ കാലത്ത് ഞാൻ അല്പം പഠനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഒരു തരം സെൽഫ് ഹിപ്നോട്ടിക് അവസ്ഥയാണ് ഈ തുള്ളൽ എന്നാണ് ഞാൻ അന്ന് വരെ മനസ്സിലാക്കിയിരുന്നത്. അതായത് നമുക്ക് മറ്റൊരു വ്യക്തിയെ ഹിപ്നോട്ടൈസ് ചെയ്യുവാൻ കഴിയും, അതുപോലെ നമുക്ക് സ്വയം ഹിപ്നോട്ടൈസ് ചെയ്യുവാൻ കഴിയും. എന്തെങ്കിലും ഒരു പാട്ടിലോ അല്ലെങ്കിൽ ഒരു കൊട്ടിലോ എന്തെങ്കിലും ഒന്നിൽ നമ്മുടെ മനസ്സ് കേന്ദ്രീകരിച്ച് അല്പസമയം കഴിയുമ്പോൾ നാം തന്നെ അതിലേക്ക് അങ്ങ് ലയിച്ചു ചേരുകയും നമുക്ക് തുള്ളാനാണ് നാം തന്നെ നമുക്ക് കൊടുക്കുന്ന കൽപ്പനയെങ്കിൽ തുള്ളുകയോ, അതല്ലെങ്കിൽ അന്യഭാഷ പറയാനാണെങ്കിൽ അങ്ങനെയോ, അങ്ങനെ മാനസികമായി ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഈ തുള്ളൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, ഇവര് തുള്ളുന്നു, ഹിന്ദുക്കളുടെ ഇടയിലും തുള്ളലുണ്ട്, ലോകത്തുള്ള മിക്ക മതക്കാരും ഇങ്ങനെ തുള്ളും, ഇത് ഒരു തരം സെൽഫ് ഹിപ്നോട്ടിക് അവസ്ഥയാണ് എന്നായിരുന്നു എന്റെ ധാരണ. അതേപ്പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ കാവടി എടുത്ത് തുള്ളിയതായ സംഭവത്തെ കുറിച്ച് ചിന്തിക്കുവാനിടയായി. അന്ന് അവർ കാവടി എടുത്തപ്പോൾ തുള്ളിയതുപോലെ തന്നെ ഇവരും തുള്ളുന്നു. രണ്ടും ഒന്ന് തന്നെ, ഒരു തരം സെൽഫ് ഹിപ്നോട്ടിക് അവസ്ഥ. ഇതൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഇവരുടെ പ്രാർത്ഥന അങ്ങ് നിന്നു. ഉടനെ ഈ തോമസ് സാർ എന്നോട് ചോദിച്ചു, ബാല, ഞാൻ ഒരു ദർശനം കണ്ടു. റോഡ് സൈഡിലുള്ള വലിയൊരു മരം, അതിന് ചുറ്റും ഒരു തറ കെട്ടിയിട്ടുണ്ട്, കുറച്ച് അങ്ങോട്ട് മാറി ഒരു കുഴി കാണാനുണ്ട്. ഇത് ഏത് സ്ഥലമാണ്? വാസ്തവത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നത് ആ സ്ഥലത്തെ പറ്റിയാണ്. റോഡ് സൈഡിലുള്ള കർത്തമഞ്ഞാടിയിലെ ആൽത്തറ, അതേപ്പറ്റി ഞാൻ ചിന്തിക്കുകയായിരുന്നു. അല്പം അകലെ കുഴിയുണ്ടെന്ന് പറഞ്ഞത് വെട്ടുകല്ലൊക്കെ വെട്ടിയെടുക്കുന്ന ഒരു കുഴി അതിനപ്പുറേ ഉണ്ട്. ആ സ്ഥലം ഞാൻ ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ ഇദ്ദേഹം അത് ദർശനത്തിൽ കാണുവാനിടയായി. ഞാൻ ചോദിച്ചു, സാർ അതെങ്ങനെ കണ്ടു? അദ്ദേഹം പറഞ്ഞു, ഞാൻ ദർശനം കാണും, അങ്ങനെ കാണുവാനിടയായതാണ്. ദർശനമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഓർത്തു, ഈ ടെലിപ്പതി, ക്ലെയർ വോയൻസ് എന്നൊക്കെ പറയുന്നത് പോലെ വല്ല പരിപാടിയുമായിരിക്കാം ഇത്. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രതിഭാസങ്ങൾ ഈ ലോകത്തുണ്ടാകാം. അതിന് ശാസ്ത്രീയ വിശദീകരണവും കാണുമായിരിക്കും. അങ്ങനെ എന്തുകൊണ്ടോ ആണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് എനിക്ക് തോന്നി. എങ്കിലും ഇതേപ്പറ്റി കൂടുതൽ അന്വേഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമായി. ഞാൻ വീണ്ടും അവിടെ ഇരുന്നു. അവർ വീണ്ടും ഒരു പാട്ട് പാടി. ആ പാട്ടിന്റെ അവസാനമായപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പെൺകുട്ടി, ആ കുട്ടിക്ക് അന്ന് ഒരു 7 വയസ്സ് പ്രായം കാണും. ആ കുട്ടി അന്യഭാഷ വളരെ ഉച്ചത്തിൽ പറയുവാൻ തുടങ്ങി. മറ്റുള്ളവരെല്ലാം അങ്ങ് നിർത്തുകയും ചെയ്തു. അങ്ങനെ ഈ ഉച്ചത്തിൽ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്ന ഈ കുട്ടി പെട്ടെന്ന് അന്യഭാഷ നിർത്തി മലയാളത്തിലേക്ക് കടന്നു. മകനെ എന്ന് വിളിച്ചുകൊണ്ട് എന്നോട് പ്രവചിച്ചു. ആ പറഞ്ഞ വാചകങ്ങളിൽ നിന്നും എന്നോടാണ് പറയുന്നതെന്ന് വിശദീകരിച്ച് പറയാതെ തന്നെ എനിക്ക് മനസ്സിലായി. എന്റെ മനസ്സിന്റെ അവസ്ഥ, എന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ചോദ്യങ്ങൾ, അവയ്ക്കുള്ള മറുപടികൾ, അങ്ങനെ പലതും ആ കുട്ടിയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് അന്ന് എന്നോട് സംസാരിക്കുകയുണ്ടായി. എന്റെ ഹൃദയം നന്നായി കാണുന്ന വ്യക്തി, എന്നെ അത്രമാത്രം അടുത്തറിയുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരാൾക്ക് മാത്രമേ അതുപോലുള്ള വിഷയങ്ങൾ പറയുവാൻ കഴിയുകയുള്ളൂ. ഒരു പക്ഷേ തോമസ് സാർ ആ കൊച്ചിനെ പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന് ചിന്തിച്ചാൽ പോലും തോമസ് സാറിന് എന്റെ ഹൃദയത്തിലുള്ള അത്തരം കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. അതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. മാത്രമല്ല, ഒരു കുട്ടിയെ, 7 വയസ്സുള്ള ഒരു കുട്ടിയെ എത്ര കാണാപ്പാഠം പഠിപ്പിച്ചാലും ആ കുട്ടി പറഞ്ഞതായ ശുദ്ധമായ മലയാളത്തിൽ അതേപ്പറ്റി സംസാരിക്കുവാൻ കഴിയുന്നതല്ല. നല്ല ഉച്ചാരണ ശുദ്ധിയോടുകൂടി നല്ല മലയാളത്തിൽ ആ കുട്ടി എന്നോട് സംസാരിച്ചു. ആ കുട്ടിക്ക് അത്ര ഉച്ചയില്ല. അതിന് മനഃപൂർവ്വം ഒച്ചയെടുത്ത് പറഞ്ഞാലും അത്ര വ്യക്തമായിട്ട് ശക്തമായിട്ട് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഇല്ലാതെ പറയുവാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, എന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അന്നത്തെ പ്രാർത്ഥനയെല്ലാം കഴിയുന്നത് വരെ ഞാൻ അവിടെ ഇരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ സാറിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഈ പ്രാർത്ഥനയൊക്കെ കൂടുതൽ കാണണമെന്നും അറിയണമെന്നും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ യോഗത്തിനൊക്കെ സൗകര്യം കിട്ടുമ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് പോരുകയും ചെയ്തു. അതിനുശേഷം സമയം കിട്ടുമ്പോഴൊക്കെയും ഞാൻ അവരുടെ യോഗങ്ങൾക്ക് പോകുമായിരുന്നു. യോഗത്തിന് പോയിരുന്ന് പ്രസംഗമൊക്കെ കേൾക്കും. എല്ലാം കേട്ടിട്ട് മടങ്ങിപ്പോരും. വിശേഷാൽ അത്ഭുതങ്ങളൊന്നും ഞാൻ പിന്നീട് അവിടെ കണ്ടില്ല. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മടുപ്പ് തോന്നിയത് കൊണ്ട് ഞാൻ പോകാതായി. എന്നാൽ ഒരു ദിവസം ഞാൻ കേട്ടു, മാവേലിക്കര ഭാഗത്തു നിന്ന് പോൾ സാറ് എന്ന് പറയുന്ന ഒരാളെ അവിടെ കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തൊക്കെയോ സ്പെഷ്യൽ കഴിവുകളൊക്കെ ഉള്ള ആളാണ്. എന്നാൽ ഇതൊന്ന് കണ്ടുകളയാം എന്ന് കരുതി ഞാനും അവിടെ പോയി. പറഞ്ഞതുപോലെ തന്നെ അവിടെ പോൾ സാറ് വരികയുണ്ടായി. അനേകരെ അവിടെ കടന്നു വന്നിട്ടുണ്ട്. ആ സഭയിലെ അംഗങ്ങൾ മാത്രമല്ല, ചുറ്റുപാടുമുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. മാത്രമല്ല, എന്റെ സുഹൃത്തുക്കളായ ചിലരുണ്ട്, പല വിധത്തിലുള്ള ആൾക്കാരുണ്ട്. ഈ പോൾ സാർ എന്ന് പറയുന്ന ആള് അവിടെ പ്രാർത്ഥനയ്ക്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്നു.
എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ബൈബിളിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് പ്രസംഗിച്ചു. പ്രസംഗം അത്ര നല്ലതായൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു സാധാരണ പ്രസംഗം, അതിൽ കവിഞ്ഞ് ഒന്നും അതിലില്ലായിരുന്നു. എന്നാൽ പ്രസംഗത്തിന്റെ അവസാനമായപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഞാൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് കടന്നു വന്ന് എന്റെ നേരെ മുമ്പിൽ നിന്ന് ഒരു ചെറുപ്പക്കാരന്റെ തലയിൽ തൊട്ടു. അദ്ദേഹം അവിടുത്തെ രാഷ്ട്രീയ നേതാവാണ്, സ്റ്റുഡൻസ് യൂണിയന്റെ നേതാവാണ്, നരിയമ്പാറ കോളേജിൽ ആ കാലത്തെ നടന്നുകൊണ്ടിരുന്ന സമരത്തിന്റെ നേതാവാണ്. കോളേജ് മലമണ്ടയിൽ നിന്നും താഴേക്ക് ഇറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടക്കുന്ന കാലമാണ്. ആ സമരത്തിന്റെ നേതാവായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ആ ദിവസങ്ങളിലാണ് ഒരു കത്തിക്കുത്തിൽ നിന്നും തികച്ചും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. അതേപ്പറ്റി നാട്ടുകാരായ ഞങ്ങൾക്കെല്ലാം നന്നായി അറിയാം. പോൾ സാർ അവിടെ കടന്നു വന്ന് അദ്ദേഹത്തോട് പറഞ്ഞത്, നിന്റെ കഴുത്തിന് കത്തി വെച്ചവരുടെ കൂടെയല്ലേ നീ നടക്കുന്നത്? നിന്നെ ഞാൻ മരണത്തിൽ നിന്നും അത്ഭുതകരമായി വിടുവിച്ചിട്ട് നിനക്ക് എന്നോട് നന്ദിയില്ലാതിരിക്കുന്നത് എന്ത്? അങ്ങനെയാണ് അദ്ദേഹം പറയുവാനിടയായത്. എനിക്ക് തികച്ചും അത്ഭുതമായി തോന്നി. ഈ മനുഷ്യനെ കത്തിക്കുത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഒരാഴ്ച മുൻപാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ തന്നെ ഇദ്ദേഹത്തിനിട്ട് കുത്തുകയായിരുന്നു. എന്നാൽ ദേഹത്ത് കൊണ്ടില്ല, അത് മേശമേൽ കൊണ്ടു, ഷർട്ടിൽ ഉടക്കി, ഷർട്ടും ഉപേക്ഷിച്ച് അദ്ദേഹം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആ സംഭവമൊക്കെ ഞങ്ങൾക്കറിയാവുന്നതാണ്. അത് നടന്നിട്ട് കേവലം ഒരാഴ്ച മാത്രമേ ആയുള്ളൂ. ഈ വ്യക്തി സാധാരണ യോഗത്തിന് വരുന്ന ആളല്ല. അന്ന് എന്തോ കൊട്ടുംപാറ്റവും ഒക്കെ കേട്ടപ്പോൾ വന്നിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആരും ഇത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞതല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇതെങ്ങനെയാണ് ഇത്ര കൃത്യമായി പറയുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല. മാത്രമല്ല, ഇദ്ദേഹം അതിനുശേഷം അവിടെ ഇരുന്ന പലരോടും സംസാരിക്കുകയുണ്ടായി. ഓരോ വ്യക്തിയോടും ഇതുപോലെ പ്രവചിച്ചത് കൃത്യമായ പ്രവചനമായിരുന്നു. കാരണം ആ ദേശത്തുള്ള എനിക്ക് അവിടെയുള്ള ആൾക്കാരെ എല്ലാം അറിയാം. അവരിൽ ഓരോരുത്തരോടും അദ്ദേഹം പറഞ്ഞത് കൃത്യമായ കാര്യങ്ങളാണ്, ഒന്നും തെറ്റിയിട്ടില്ല. മാത്രമല്ല, ഊഹാപോഹം കൊണ്ട് പറയാനാവാത്ത കാര്യങ്ങളാണ്. അടുത്തറിയുന്നവർക്ക് മാത്രമേ പറയാൻ കഴിയൂ. ആ വിധത്തിലുള്ള കാര്യങ്ങളാണ് അവരോട് അദ്ദേഹം പ്രവചനാത്മാവിൽ സംസാരിച്ചത്. ഇത് എന്നെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഞാൻ എന്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഈ പറയുന്നതൊക്കെ ഒരു പക്ഷേ ഞാൻ ഇല്ലെന്ന് പറയുന്ന ദൈവമാണെങ്കിൽ എന്നോടും ഒന്ന് സംസാരിക്കട്ടെ. ഞാനിതിങ്ങനെ ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുകയും അദ്ദേഹം എന്റെ അടുത്ത് വന്നു, എന്റെ തലയിൽ തൊട്ടു, എന്നോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞതിന് ചുരുക്കം ഇതാണ്: കോഴിയെ പോലെ സകലതും ചികഞ്ഞു നോക്കുന്ന സ്വഭാവമാണ് എനിക്ക്. എന്ത് കണ്ടാലും അതേപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചു. മറ്റു പല വിഷയങ്ങളെ കുറിച്ചും സംസാരിച്ചു. എന്റെ സ്വഭാവവും എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളും ഒക്കെ കൃത്യമായി തന്നെ അദ്ദേഹം വിവേചിക്കുകയുണ്ടായി. അതും എനിക്ക് അത്ഭുതകരമായി തോന്നി. തുടർന്നുള്ള ദിവസങ്ങളിലൂടെ യോഗത്തിൽ സംബന്ധിച്ചു. എങ്കിലും ഞാൻ ഇത്രയൊക്കെ കേട്ട പാടെ ഇതെല്ലാം കയറി വിശ്വസിച്ചു എന്ന് നിങ്ങൾ ആരും ധരിക്കരുത്. കാരണം എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ചാടിക്കേറി വിശ്വസിക്കുന്നവർ അതിന് വിപരീതമായി മറ്റെന്തെങ്കിലും കേട്ടാൽ അതെല്ലാം ഇട്ടുകളഞ്ഞു പോയെന്ന് വരാം. TS ബാലന്റെ അനുഭവ സാക്ഷ്യത്തിന്റെ 3-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.